5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. VD സതീശൻ ഇന്ന് കുറച്ചു നേരത്തിന് മുൻപ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിലും കണക്കിലും 1 1 2 രാഷ്ട്രീയത്തിൽ 1 1 2 1 1 3 1 1 4 1 1 0 അത് 1 മുതൽ ഏത് സംഖ്യ എടുത്താലും അങ്ങനെ. രാഷ്ട്രീയത്തിൽ അവസരങ്ങളുടെ കലയാണ് രാഷ്ട്രീയം. അത് ഒരു സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് രാഷ്ട്രീയം. അല്ലാതെ ഒരു സാഹചര്യത്തിലും ഒരവസരത്തിലും ഒന്നും സ്ഥായിയായിട്ട് നിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ നേരിട്ട് പോയ തെരഞ്ഞെടുപ്പിൽ സ്വരാജിൻ്റെ കൈ പിടിച്ചുയർത്തി ഇദ്ദേഹത്തെ എനിക്ക് നിയമസഭയിലേക്ക് വേണം എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമില്ലാത്ത നിയമസഭയിൽ ഇരിക്കാൻ താങ്കൾ അർഹനല്ല. അത്രമാത്രം വലിയ തോതിലാണ് 10 മന്ത്രിമാർ അവിടെ പോയി പ്രവർത്തനങ്ങൾ നടത്തി. വലിയ തോതിൽ 140 MLA-മാരിൽ 100 MLA-മാർ അവിടെ പോയിരുന്നു. മിഷനറി വലിയ തോതിലാണ് അവിടേക്ക് ചലിച്ചത്. ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി. അതിന് തൊട്ടുമുമ്പ് ഇലക്ഷൻ ഏതാനും മണിക്കൂറുകളുള്ളപ്പോൾ തൊട്ടടുത്ത ദിവസം ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. വലിയ തോതിൽ വലിയ സാമൂഹ്യമായ സമ്മർദ്ദവും രാഷ്ട്രീയമായ സമ്മർദ്ദവും കൊടുത്തുകൊണ്ട് സ്വരാജിനെ ജയിപ്പിച്ചെടുക്കേണ്ടത് താങ്കളുടെ ഒരു വ്യക്തിപരമായ ഒരു ആവശ്യമാണെന്നുള്ള നിലയിൽ. കാരണം 2026 ദിശാസൂചികയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് നിന്നത്. പക്ഷേ അതുകൊണ്ടാണല്ലോ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഏറ്റവും ക്ലീൻ ഇമേജുള്ള ചെറുപ്പക്കാരനായ സ്വരാജിനെ പരീക്ഷിച്ചത്. പക്ഷേ സ്വരാജിനെ പരീക്ഷിച്ചപ്പോൾ താങ്കൾ തീർച്ചയായിട്ടും രണ്ടുണ്ടായിരുന്നു താങ്കൾക്ക് ഉദ്ദേശം. ഒന്നെന്ന് പറയുന്നത് സ്വരാജ് ജയിക്കുകയാണെങ്കിൽ മുന്നണി ഭരണം വരും, അപ്പോൾ പിന്നെ സ്വരാജിനെ ഉൾപ്പെടെ കൈകാര്യം ചെയ്യാം. തോറ്റാൽ പിന്നെ ആരും വരില്ലല്ലോ, അപ്പോൾ പിന്നെ എന്താണ് സ്ഥിതി എന്നുള്ളത് പിന്നെ നോക്കാം എന്നുള്ള നിലയിലേക്ക് താങ്കൾ ആലോചിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും യാതൊരു സാഹചര്യവുമില്ലാത്ത രീതിയിൽ താങ്കൾ നേരിട്ടിറങ്ങി തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്തിട്ടും ക്യാപ്റ്റൻ നേരിട്ട് ഫീൽഡിൽ പോയിട്ടും രക്ഷപിടിച്ചില്ല എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ്റെ തോൽവിയായിട്ട് എടുക്കണം. അത് ഇപ്പോൾ VD സതീശനെ കണ്ട് പഠിക്കണം അത്തരം കാര്യങ്ങളിൽ. VD സതീശൻ വിജയത്തിൻ്റെ ഗുണം എടുക്കുന്നത് പോലെ തന്നെ തോൽവിയുടെ ഉത്തരവാദിത്വം ഞാൻ എടുക്കും എന്ന് പറഞ്ഞ ഒരു നേതാവാണ്. അതുപോലെ തന്നെയാണ് താങ്കൾ പിണറായി വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങ് നേരിട്ട് പോയി അവിടെ ഇളക്കി മറിച്ചു ആ മണ്ഡലത്തെ. എന്നിട്ടും അവിടുത്തെ ജനങ്ങൾ താങ്കളുടെ വോട്ട് കേൾക്കാൻ പിന്നെ പ്രസംഗം കേൾക്കാൻ വന്നവർ, താങ്കളോടൊപ്പം ഇന്ന് ഭക്ഷണം കഴിച്ചവർ, താങ്കളെ വീരനായകനാണെന്ന് പ്രകീർത്തിച്ചവർ ആരും തന്നെ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും താങ്കളുടെ 3-ാം ഊഴം ഇനി എങ്ങനെയായിരിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ദിശാസൂചികയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. 3-ാം ഊഴത്തിനുള്ള വിക്കറ്റുകൾ എടുക്കാൻ UDF ഇപ്പോൾ തന്നെ സജ്ജമായി കഴിഞ്ഞു. അതിനേക്കാൾ മുന്നേ ജനങ്ങൾ സജ്ജമാണ് എന്നുള്ളതാണ്. ജനങ്ങളുടെ നീതിബോധത്തെ ചോദ്യം ചെയ്യരുത്. ഇനി നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ എടുത്തുകൊണ്ടോ പണ്ട് UDF മണ്ഡലമായിരുന്നെന്നോ പരമ്പരാഗത UDF മണ്ഡലമാണെന്നോ അങ്ങനെ ഒരുപാട് സാധാരണ മനുഷ്യന് മനസ്സിലാകാത്ത കണക്കുകളും വാദങ്ങളും എടുത്തുകൊണ്ട് വരരുത്. പണ്ട് അങ്ങനെയൊക്കെ വന്നാൽ അത് കേൾക്കുന്നൊരു സമൂഹമുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഫിംഗർ ടിപ്പിൽ വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ എല്ലാം, അതുപോലെ AI-യുടെ കാലത്ത് ഏത് വിവരവും എടുക്കുന്ന ന്യൂജനുള്ള കാലത്ത് വലിയ തള്ളുമായി വരരുത്. ഞങ്ങളുടെ വോട്ടിൻ്റെ പാറ്റേൺ നോക്കൂ, കുറഞ്ഞിട്ടില്ല കൂടിയിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരരുത്. നിങ്ങളുടെ പരാജയം നിങ്ങൾ സമ്മതിക്കുക. 26-ലും നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് പരാജയമാണ്. ഇന്നിങ്സ് തുറന്നു കഴിഞ്ഞു UDF. ജനങ്ങൾ അതോടൊപ്പം ബാറ്റിംഗ് കാണാൻ നിൽക്കുന്നു. അവർ കൂടി ബാറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ്. അവർ ബൗൾ ചെയ്യും, ബാറ്റ് ചെയ്യും. കാരണം ഇത് ഒരു ജനവിരുദ്ധ ഭരണത്തിൻ്റെ, ഒരു ജനാധിപത്യ വിരുദ്ധ ഭരണത്തിൻ്റെ, ഒരു ഏകാധിപത്യ ഭരണത്തിൻ്റെ അവസാനമാണത്തിൻ്റെ ആദ്യത്തെ ആണിക്കല്ലാണ് നിലമ്പൂരിൽ അടിച്ചിരിക്കുന്നതെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. എൻ്റെ അഭിപ്രായമല്ല, പൊതുജനങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന താക്കീതാണ്. നിലമ്പൂരിലെ ജനങ്ങൾ നിങ്ങളോട് പറയാതെ പറയുന്നു, നിങ്ങൾ തമ്മിലുള്ള തല്ല് നിർത്തൂ. നിങ്ങൾ പാർട്ടിയിലെയും ഗവൺമെൻറ്റിലും കാണിച്ചു കൂട്ടുന്ന എല്ലാവിധ ജനപിന്തിരിപ്പൻ നയങ്ങളെയും കേവലം കുറേ പെൻഷൻ കൊടുത്തതുകൊണ്ടോ വികസനമാണ് ശരി എന്നൊക്കെ പറഞ്ഞ് കുറേ വികസന പ്രവർത്തനം നടത്തിയത് കൊണ്ടോ മാത്രം തീരുന്നതല്ല. അതിനുമപ്പുറമുള്ള മൂല്യാധിഷ്ഠിതമായ തത്വാധിഷ്ഠിതമായ നിലപാടുകൾ എടുക്കുക. UDF-ൽ നമ്മുടെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ കഴിയുമെങ്കിൽ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുക, ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുക. വർഗീയ ശക്തികളെ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ പ്രയോജനപ്പെടുത്തുക. എന്നിട്ട് അവരെ തള്ളിപ്പറയുക. മുമ്പ് കൂടെ നിന്നവരെ ഇപ്പോൾ തള്ളിപ്പറയുക, മുമ്പ് മാറി നിന്നവരെ അപ്പോൾ തള്ളിപ്പറഞ്ഞിട്ട് അവരെ ഇപ്പോൾ ചേർത്ത് പിടിക്കുക. ഇങ്ങനെയുള്ള ഗിമ്മിക് രാഷ്ട്രീയമൊക്കെ ജനങ്ങൾ കണ്ടു മടുത്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും 2026 സെമി ഫൈനൽ കളിയാണിപ്പോൾ നടന്നിരിക്കുന്നത്. അതിൽ വിജയിച്ചിരിക്കുന്നത് UDF ആണ്. അതിന് BJP പോലും കളത്തിന് പുറത്തേക്കാണ്. അവർ 100 വോട്ടാണ് ആകപ്പാടെ പിടിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മോഹൻ ജോർജ് എന്ന ക്രിസ്ത്യാനിയെ പരീക്ഷിച്ചതിൽ യാതൊരു കാര്യവും സംഭവിച്ചിട്ടില്ല. ഇനി അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിലും 100 ക്രിസ്ത്യാനികളെ വോട്ട് കിട്ടിയെന്ന് പറയാം, അങ്ങനെയും പറയാനാകില്ല. കാര്യം 100-ലധികം BJP-ക്കാർ അവിടെ വോട്ട് ചേർത്തിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ചലനവും മോഹൻ ജോർജിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ ചലനവും ഉണ്ടാക്കാൻ പറ്റിയത് അവിടുത്തെ ജനങ്ങൾക്കാണ്.
അവിടുത്തെ ജനങ്ങൾ ചലിപ്പിച്ചു, നിലമ്പൂരിനെ ചലിപ്പിച്ചു. ആ ചലനത്തിൻ്റെ കാറ്റ് 2026 തിരുവനന്തപുരത്ത് വരെ അടിക്കും. കേരളം ആകെ അലയടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ടൊരു മൂന്നാം ഭരണത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നതിന് പകരം രണ്ടാം ഭരണത്തിലെ തെറ്റുകൾ തിരുത്തി മാന്യമായി തെരഞ്ഞെടുപ്പിലേക്ക് പോവുക, അതുമാത്രമേ കരണീയമായുമുള്ളൂ. AK ആൻ്റണി സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായി മാത്രം ഒരു ഗവൺമെൻറ് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത്രയും വേഗം ജനങ്ങൾ നിങ്ങളെ തിരസ്കരിക്കുവാനുള്ള അവകാശം അവർക്ക് ജനാധിപത്യത്തിൽ കിട്ടിയതായി അവർ ആഘോഷിക്കും. അത്രമാത്രം ജനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് സാധാരണ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന തിരിച്ചടി. അങ്ങനെ ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളതൊന്നും എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായത്തിനൊരു പ്രസക്തിയില്ല. പക്ഷേ നിലമ്പൂരിലെ ജനങ്ങൾ ഏകദേശം 32,000 വോട്ട് അൻവറും ഷാരിയാർ ഷൗക്കത്തിനെയും കൂടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വോട്ടെന്ന് പറയുന്നത് അവിടുത്തെ ജനവിരുദ്ധമായ, ഭരണവിരുദ്ധമായ, ഇടതുപക്ഷ വിരുദ്ധമായ, പിണറായി വിരുദ്ധമായ വോട്ടുകളാണ്. അത് കൃത്യമായി അവിടെ കൊണ്ടുവന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനത കേരള ജനതയോട് പറയുന്നു, ഈ ഭരണത്തോട് ഞങ്ങൾക്കിനി ആവശ്യമില്ല എന്ന് പറയുന്ന പുതിയ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്.